കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും ചേർന്ന് ഒന്നിച്ചൊരു യുദ്ധമുന്നേറ്റത്തിലൂടെ കൊച്ചി രാജ്യത്തെ പരാജയപ്പെടുത്തിയെങ്കിലും കൊച്ചി രാജ്യത്തിന്മേലുള്ള രാഷ്ട്രീയ അധികാരം തങ്ങൾക്ക് മാത്രമാണെന്ന അവകാശത്തോടെ സാമൂതിരി മുന്നോട്ട് വന്നു. എന്നാൽ ആ ഒരു വിഷയത്തിൽ വിട്ടുകൊടുക്കാൻ ഡച്ചുകാരും തയ്യാറായില്ല. അങ്ങനെ അവർ തമ്മിൽ പിണങ്ങിയാകുന്നു. ഇതിനുശേഷം സാമൂതിരി കൊച്ചിക്ക് നേരെ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിർന്നു. ഡച്ചുകാരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ സാമൂതിരി കൊച്ചിയുമായിട്ട് ഏറ്റുമുട്ടി. ആ ഒരു യുദ്ധത്തിൽ ഡച്ചുകാർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ചേറ്റുവയും കൊടുങ്ങല്ലൂരും അവർക്ക് നഷ്ടമായി. മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സ്വാധീനവും വ്യാപാരത്തിന്മേലുള്ള കുത്തകയുമൊക്കെ അവർക്ക് അതിനകം നഷ്ടപ്പെട്ടു തുടങ്ങി. പഴയ പ്രതാപം വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ ചെറിയ നാടുവാഴികൾ പോലും തങ്ങളെ അവഗണിക്കുമെന്ന് മനസ്സിലാക്കിയ ഡച്ചുകാർ ഭാരതത്തിൽ അവർക്ക് അധികാരമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചിട്ട് ചേറ്റുവയിലേക്ക് നീങ്ങി. ചേറ്റുവയിൽ വെച്ചിട്ട് സാമൂതിരിയും ഡച്ചുകാരുടെ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടി. സാമൂതിരിയുടെ സൈന്യത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ധർമ്മോത്ത് പണിക്കരായിരുന്നു. എന്നാൽ പറങ്കികളുടെ പീരങ്കിക്ക് മുന്നിലും തോക്കുകൾക്ക് മുന്നിലും അധിക ദിവസമൊന്നും പിടിച്ചു നിൽക്കാൻ സാമൂതിരിയുടെ സൈന്യത്തിനായില്ല. സാമൂതിരിയുടെ സൈന്യം പരാജയം സമ്മതിച്ചു. എന്നാൽ വിദേശീയരായിട്ടുള്ള ശത്രുഭടന്മാർക്ക് കോഴിക്കോട് കാലുകുത്താനായില്ല. അങ്ങനെ 1717 സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ വീണ്ടും ഒരു സമാധാന ഉടമ്പടി നിലവിൽ വന്നു. ആ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതോട്ട് തങ്ങളുടെ നില സുരക്ഷിതമായെന്ന് ഡച്ചുകാർ കരുതി. എന്നാൽ ഇതിനകം തന്നെ കോഴിക്കോട്, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവിടങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കോലത്തിരിയുമായുള്ള ഒരു ഉടമ്പടി പ്രകാരം ഉത്തര കേരളത്തിലെ വ്യാപാരത്തിനുള്ള അവകാശവും അവർ നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ കുളച്ചിൽ മുതൽ കന്യാകുമാരി വരെയുള്ള തെക്കൻ തിരുവിതാംകൂർ പിടിച്ചടക്കാൻ ഡച്ചുകാർ ഒരു ശ്രമം നടത്തി. എന്നാൽ മാർത്താണ്ഡവർമ്മ അവരെ ദയനീയമായിട്ട് പരാജയപ്പെടുത്തി. ഇതായിരുന്നു കുളച്ചിൽ യുദ്ധം എന്ന പേരിൽ പ്രശസ്തമായത്. അതിനുശേഷം കുറച്ചുകാലം കൊച്ചിയിൽ മാത്രമായിട്ട് ഡച്ചുകാരുടെ കൊടി പറന്നിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യത്തോടു കൂടിയിട്ട് എപ്പോഴോ എങ്ങനെയോ അതും അപ്രത്യക്ഷമായി. അങ്ങനെ അരനൂറ്റാണ്ട് കാലത്തെ കേരളത്തിന്മേലുള്ള ആധിപത്യത്തിന് ശേഷം ഡച്ചുകാർ കേരളം വിട്ട് ഗോവയിലേക്ക് മടങ്ങി.